Hi students, welcome to the lecture. We were dealing with cardinal utility theory. അതിനകത്ത് നമ്മൾ അസംഷൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ഇക്വിലിബ്രിയം ഓഫ് ദ കൺസ്യൂമർ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡെറിവേഷൻ എങ്ങനെയാണ് സിംഗിൾ കമ്മോഡിറ്റിയുടെ കേസിൽ വരുന്നത് എന്നും മൾട്ടിപ്പിൾ കമ്മോഡിറ്റീസിന്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് അത് റെപ്രസെന്റ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഡെറിവേഷൻ ഓഫ് ദ ഡിമാൻഡ് ഓഫ് ദ കൺസ്യൂമർ ആണ്. സോ നിങ്ങൾ മുൻപത്തെ രണ്ട് വീഡിയോസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് തീർച്ചയായും കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. എന്നാൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. Okay, then moving on, the derivation of the demand of the consumer. The derivation of the demand of the consumer is mainly based on the axiom of diminishing marginal utility. നമ്മൾ ഓൾറെഡി നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് diminishing marginal utility എന്നുള്ളത്. ഓരോ കമ്മോഡിറ്റീസിന്റെ സക്സസീവ് ക്വാണ്ടിറ്റീസ് നമ്മൾ കൺസ്യൂം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് യൂട്ടിലിറ്റി ഡിമിനിഷിംഗ് ഉണ്ടാവും. അതായത് നമുക്ക് അതിൻ്റെ അകത്തുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ diminishing marginal utility എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിമാൻഡിനെ നമ്മൾ ഡിറൈവ് ചെയ്യാനായിട്ട് പോകുന്നത്. The marginal utility of a commodity X may be depicted by a line with a negative slope in the figure 2.2. ഇതിൽ ഈ നെഗറ്റീവ് സ്ലോപ്പിൽ കാണിച്ചിരിക്കുന്ന ഈ ലൈൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്? മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് കമ്മോഡിറ്റി എക്സിനെയാണ് കാണിച്ചിരിക്കുന്നത്. And geometrically, the marginal utility of x is the slope of the total utility function u, which is equal to the function of q of x. അതായത് ഇവിടെ നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി അല്ലെങ്കിൽ the marginal utility of x എന്ന് പറഞ്ഞിരിക്കുന്നത് it is the slope of total utility. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? The function of the quantity of commodity consumed. ഓക്കെ, അപ്പോൾ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് എക്സ് കമ്മോഡിറ്റിയുടെ എത്ര ക്വാണ്ടിറ്റി കൺസ്യൂം ചെയ്യുന്നതിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ യൂട്ടിലിറ്റിനെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ യൂട്ടിലിറ്റിയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഫസ്റ്റ് ഡെറിവേറ്റീവ് തന്നെയായിരിക്കും എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? സ്ലോപ്പ് ആയിട്ടും നിൽക്കുക. ഓക്കെ, ദെൻ നമ്മൾ ഈ ഡോ യു ബൈ ഡോ ക്യു എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അതായത് നമ്മൾ യുവിനെ ഡെറിവേറ്റ് ചെയ്തു. ഈ വാല്യൂ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ സെയിം സാധനം തന്നെയാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? സ്ലോപ്പ് എന്നും പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. Then the total utility increases but at a diminishing rate up to the quantity x and then starts declining. സോ ഇവിടെ നമുക്ക് കാണിച്ചിരിക്കുന്നത് എന്താണ്? ആദ്യം ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യും. അത് ഒരു ഡിമിനിഷിങ് അല്ലെങ്കിൽ ഒരു ഡിക്രീസിങ് റേറ്റിലായിരിക്കും അത് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. അത് ഇൻക്രീസ് ചെയ്യുന്നത് എത്ര ക്വാണ്ടിറ്റി വരെ ആയിരിക്കും? എക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റിയുടെ കൺസപ്ഷൻ വരെ മാത്രമായിരിക്കും. അതിനുശേഷം അത് ഡിക്ലൈൻ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മളിവിടെ നോക്കുകയാണ്, ഇത് ക്വാണ്ടിറ്റി ഓഫ് എക്സ് ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ യൂട്ടിലിറ്റിയുമാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഫസ്റ്റ് ഫിഗറിൽ നോക്കുന്നത് ടോട്ടൽ യൂട്ടിലിറ്റി ആണ്. ഫസ്റ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന എന്താണ്? ഒരു ഇൻക്രീസിങ് റേറ്റിൽ ടോട്ടൽ യൂട്ടിലിറ്റി പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസിങ് ആണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ അത് ഏത് റേറ്റിലായിരിക്കും? ഡിക്രീസിങ് റേറ്റിലായിരിക്കും. ഇപ്പം എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായതുപോലെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. യൂട്ടിലിറ്റി എങ്ങനെയാണ് ഇവിടെ നമുക്ക് ഉണ്ടാകുന്നത്? യൂട്ടിലിറ്റി ഇൻക്രീസിങ് ആണ്. പക്ഷെ ഏത് റേറ്റിലാണ് അത് ഇൻക്രീസിങ് ആകുന്നത്? ഡിക്രീസിങ് റേറ്റിലാണ് അത് ഇൻക്രീസ് ആവുന്നത്. ഓക്കെ, ഡിക്രീസിങ് റേറ്റിലായിരിക്കും അത് ഇൻക്രീസ് ആവുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഇത് ടോട്ടലി ഡിമിനിഷ് ചെയ്തു വരുന്നത് അല്ലെങ്കിൽ ഇത് ഡിക്രീസിങ് ആകുന്നത് ഏത് കേസിലാണ്? ഈ എക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റി കൺസപ്ഷൻ ശേഷം എന്താണോ വരുന്നത് അവിടം തൊട്ട് ഈ ഒരു യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിമിനിഷ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അത് ബേസ് ചെയ്തിട്ട് നമ്മൾ വരച്ചിരിക്കുന്ന ഡിമാൻഡ് കർവ് ആണ് ഇത്. ഇത് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് ആണെന്ന് പറഞ്ഞു. അതായത് എന്താണ്? സ്ലോപ്പ് ഓഫ് ടോട്ടൽ യൂട്ടിലിറ്റി ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഷോസ് എ നെഗറ്റീവ് സ്ലോപ്പ്. താഴോട്ടേക്കാണ് വന്നിരിക്കുന്നത്. സോ ഇറ്റ് ഷോസ് എ നെഗറ്റീവ് സ്ലോപ്പ് ആൻഡ് കമ്മോഡിറ്റി കൺസപ്ഷൻ at a quantity qx. Okay, then according to marginal utility of x declines continuously and becomes negative beyond the quantity x. x എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റി കഴിഞ്ഞിട്ട് വീണ്ടും മാർജിനൽ യൂട്ടിലിറ്റി താഴോട്ടേക്ക് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് നെഗറ്റീവ് സ്ലോപ്പിലോട്ടേക്ക് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. If the marginal utility is measured in monetary units, the demand curve of x is identical to the positive segment of marginal utility curve. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നല്ലേ, മാർജിനൽ യൂട്ടിലിറ്റി കർവ് ഇങ്ങനെ താഴോട്ടേക്കാണ് പോകുന്നത്. ഈ x എന്ന് പറഞ്ഞിരിക്കുന്ന
ക്വാണ്ടിറ്റിന്റെ ബിയോണ്ട് വീണ്ടും താഴോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളത് ഇതിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? സോ ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെ നമ്മളൊരു ഡിമാൻഡ് കർവ് വരയ്ക്കുകയാണ്. അതായത് നമ്മൾ മോണറ്ററി യൂണിറ്റ്സ് ബേസ് ചെയ്തിട്ട് ഒരു ഡിമാൻഡ് കർവ് വരച്ചിട്ടുണ്ടെങ്കിലും ഈ മാർജിനൽ യൂട്ടിലിറ്റിയോട് തന്നെ ഈക്വലന്റ് ആയിട്ടായിരിക്കും അത് നിൽക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. At x1 the marginal utility is mu1. ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു ഫിഗറിൽ നോക്കാം. ഈ MUX എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു കർവിനകത്ത് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കുന്നത് എക്സിന്റെ കേസിൽ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? mu1 ആണ് വരുന്നത്. ഓക്കെ. ദെൻ what happens is ആ സമയത്ത് it is equal to the price by the definition. P1 പ്രൈസ് ആയിട്ട് അത് ഈക്വലന്റും ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ എക്സിന്റെ കമ്മോഡിറ്റി നമ്മൾ പർച്ചേസിങ് നടത്താണ്, x1 കമ്മോഡിറ്റി പർച്ചേസിങ് നടത്താണ് എന്നുണ്ടെങ്കിൽ അവിടെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് mu1 ആയിരിക്കും and that will be equal to the price P1. ക്ലിയർ ആയല്ലോ? ഇനി എന്താ സംഭവിക്കാം? സിമിലർലി at x പർച്ചേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് mu2 ആയിരിക്കും. അത് P2 പ്രൈസിനോട് ഈക്വലന്റ് ആയിരിക്കും. ഓക്കെ. Then hence P2 at P2 the consumer will buy x2 and so on. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് കണ്ടോ? x1 commodity, x1 quantity of commodity ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് mu1 ആയിരിക്കും. അത് പ്രൈസ് P1നോട് ഈക്വലന്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ x2 commodity ആണ്, x2 quantity commodity ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് mu2 ആയിരിക്കും. അത് P2 പ്രൈസിനോട് ഈക്വലന്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ x3 ക്വാണ്ടിറ്റി കമ്മോഡിറ്റി ആണ് പർച്ചേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് mu3 ആയിരിക്കും and that will be equal to the price P3. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. Then what happens is the negative section of the mu curve does not form part of demand curve since the negative quantities does not take in sense in economics. ഇവിടെ നമ്മൾ ഓൾറെഡി നോക്കിക്കേ, മാർജിനൽ യൂട്ടിലിറ്റിയുടെ കേസിൽ ഈ കർവ് താഴോട്ടേക്ക് പോകുന്നുണ്ട്. ബിയോണ്ട് ഈ ഒരു QX ക്വാണ്ടിറ്റീസിനെക്കാളും താഴോട്ടേക്ക് മാർജിനൽ യൂട്ടിലിറ്റി കർവ് പോകുന്നുണ്ട്. അതായത് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് നെഗറ്റീവ് മാർജിനൽ യൂട്ടിലിറ്റീസ് ആയിരിക്കും ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? സോ ആ ഒരു അക്കൗണ്ട് നമ്മൾ ഡിമാൻഡിന്റെ കേസിൽ നമ്മൾ നെഗറ്റീവ് ഡിമാൻഡ്സ് പറയാറില്ല, എപ്പോഴും പോസിറ്റീവ് ഡിമാൻഡ്സ് ആയിരിക്കും എടുക്കുന്നത്. സോ നമ്മൾ എക്കണോമിക്സിന്റെ കേസിലും ആ ഒരു യൂട്ടിലിറ്റിയുടെ കേസിൽ ഈ ഒരു ഡൗൺവേർഡ് ആയിട്ടുള്ള ഇത്രയും പോർഷൻ നമ്മൾ ഡിമാൻഡ് കർവിന്റെ കേസിൽ എടുക്കുന്നില്ല. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു പോർഷൻ എവിടെ കൊണ്ട് നിൽക്കുന്നുണ്ട്? ഈ എക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ നിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മൾ ഈ മാർജിനൽ യൂട്ടിലിറ്റി കർവ് നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത് ടോട്ടൽ യൂട്ടിലിറ്റിയിൽ നിന്നാണ്. സോ ഫസ്റ്റ് ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുവാണ്, പക്ഷെ അതൊരു ഡിമിനിഷിംഗ് റേറ്റിലാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. ഈ എക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റിയിൽ ഈ കൺസപ്ഷൻ നടന്നു കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പർച്ചേസിങ് നടന്നു കഴിയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക? ടോട്ടൽ യൂട്ടിലിറ്റി പിന്നീട് ഡിമിനിഷ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇതിനെ നമ്മൾ മറ്റൊരു കർവിലോട്ടേക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് മാർജിനൽ യൂട്ടിലിറ്റി കർവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇത് ഡിമിനിഷിംഗ് ആണ്, നെഗറ്റീവ് സ്ലോപ്പ് ആണ്, താഴോട്ടേക്കും പോകുന്നുണ്ട്. ഓക്കെ. ഇത്രയുമാണ് നമ്മൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സോ ഓരോ മാർജിനൽ യൂട്ടിലിറ്റിയുടെയും റെസ്പെക്റ്റീവ് ക്വാണ്ടിറ്റി അനുസരിച്ച് അതിന്റെ പ്രൈസിനോട് ഈക്വലന്റ് ആയിരിക്കും. ഓക്കെ. അത് നമ്മൾ ഇവിടെ വരച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ പ്രൈസിനെയും ക്വാണ്ടിറ്റിനെയും ബേസ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്? ഡിമാൻഡ് കർവ് വരുന്നത്. സോ നമ്മൾ ഈ മാർജിനൽ യൂട്ടിലിറ്റി mu1 എന്ന് പറഞ്ഞിരിക്കുന്ന പ്രൈസ് P1നോടും mu2 എന്ന് പറഞ്ഞിരിക്കുന്ന പ്രൈസ് P2നോടും mu3 എന്ന് പറഞ്ഞിരിക്കുന്ന പ്രൈസ് P3യോടും കണക്റ്റഡ് ആയിരിക്കുന്നു. സോ നമ്മൾ അത് നെക്സ്റ്റ് ഒരു കർവിൽ വരച്ചു കഴിയുമ്പോഴത്തേക്കും പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് ലഭിക്കുന്നത്. സോ അതൊരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നു, which is a demand curve. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. Then critic of cardinal approach. There are three basic weakness in cardinalist approach. Cardinalist approachന് 3 weakness ആണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. The assumption cardinal utility is extremely doubtful. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു cardinal utility എന്ന് പറഞ്ഞിരിക്കുന്നത് മെഷറബിൾ ആണ് എന്നൊരു കേസിൽ നമ്മൾ ഫസ്റ്റ് അസംഷൻസിൽ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? സോ അതൊരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു അസംഷൻ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. And the satisfaction derived from various object or commodities cannot be measured objectively. So ഒരിക്കലും നമുക്ക് ഓരോ കമ്മോഡിറ്റീസിൽ നിന്ന് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തില്ല. സോ ആ ഒരു അസംഷൻ റൂൾ ഔട്ട് ചെയ്യുവാണ്. The attempt by Walras
to use subjective units for measurement of utility does not provide any satisfactory solution. The assumption of constant utility of money is also unrealistic. So ഈ വാൽറസിന്റെ അസംഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അറ്റംപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് സബ്ജക്റ്റീവ് യൂണിറ്റ്സ് അല്ലെങ്കിൽ യൂട്ടിൽസിന്റെ ടേംസിൽ യൂട്ടിലിറ്റി മെഷർ ചെയ്യാം എന്നൊരു അസംഷൻ കൊണ്ടുവന്നിരുന്നു. അതും ഒരു സാറ്റിസ്ഫാക്ടറി സൊല്യൂഷൻ അല്ല. അതുപോലെ തന്നെ നമ്മൾ കോൺസ്റ്റന്റ് യൂട്ടിലിറ്റി ഓഫ് മണി പറയുന്നുണ്ടായിരുന്നു. ആ ഒരു അസംഷനും അൺറിയലിസ്റ്റിക് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണ്? ആസ് ഇൻകം ഇൻക്രീസസ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ചേഞ്ചസ്. അപ്പൊ എന്താണ് നമ്മൾ അവിടെ ഇൻകം എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ ഇൻക്രീസിങ് ഈ ഒരു കോൺസ്റ്റന്റ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണിക്കകത്ത് നമ്മൾ പറഞ്ഞില്ല. കോൺസ്റ്റന്റ് യൂട്ടിലിറ്റി ഓഫ് മണിക്കകത്ത് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻകം ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ എന്താ സംഭവിക്കുക? മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ചേഞ്ച് ചെയ്യും. Thus, what happens is money cannot be used as a measuring rod since its own utility changes. മണിയുടെ തന്നെ യൂട്ടിലിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കേസിൽ മണീനെ യൂസ് ചെയ്ത് മറ്റ് കമ്മോഡിറ്റീസിന്റെ യൂട്ടിലിറ്റി എങ്ങനെ പറയാനായിട്ട് സാധിക്കും? സോ അത് ഒരു ക്രിട്ടിക് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ഫൈനലി the axiom of diminishing marginal utility has been established from introspection. It is a psychological law which must be taken for granted. അതായത് നമ്മൾ diminishing marginal utility ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്നത് ഇൻട്രോസ്പെക്ഷൻ യൂസ് ചെയ്തിട്ടാണ്. ഇറ്റ് ഈസ് എ സൈക്കോളജിക്കൽ ലോ which must be taken for granted. So ഇത്രയും ക്രിട്ടിക്സ് ആണ് കാർഡിനൽ അപ്രോച്ചിനുള്ളത്. സോ നമ്മൾ അസംഷൻസ് നോക്കി, അത് ബേസ് ചെയ്തിട്ട് നമ്മൾ ഡെറിവേഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇക്വിലിബ്രിയം ഓഫ് ദ കൺസ്യൂമർ കണ്ടു, ഇപ്പൊ നമ്മൾ ക്രിട്ടിക് ഓഫ് കാർഡിനൽ അപ്രോച്ചും കണ്ടു. സോ ദിസ് ഇസ് ഓവറോൾ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ലെക്ചേഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതും കമന്റ് സെക്ഷനിൽ പറയുക. നിങ്ങളുടെ സജഷൻസും പറയുക. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു വീഡിയോസിന്റെ സൗണ്ട് ക്ലാരിറ്റി. ഞാനത് നോക്കുന്നുണ്ട്. ആക്ച്വലി എനിക്കിത് കൃത്യമായിട്ട് ഇതുവരെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഐ എം സോ സോറി ഫോർ ദാറ്റ്. അതർ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറയുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എൻജോയ് ലേണിംഗ്. താങ്ക് യു സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ.